ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു A3 ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അർജൻറ്റായിട്ടൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഈ ഒരു ഓർഡർ എൻ്റെ ഫ്രണ്ടിനെ തന്നിട്ടുണ്ടായിരുന്നത് അവളുടെ ഫ്രണ്ടിൻ്റെ മാരേജിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നൈറ്റാണ്. ഈ ഒരു ഫ്രെയിം ഇപ്പോൾ വാങ്ങിച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ തന്നെ അവൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാനത് ഫ്രെയിം ചെയ്യാണ്. ഇത് അത്യാവശ്യം നല്ല വലിയ ഫ്രെയിമാണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര സൈസായി തോന്നൂല. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു റാപ്പിംഗ് ഷീറ്റും കൂടി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലിപ്പോൾ റാപ്പിംഗ് ഷീറ്റ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു ഷീറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫ്രെയിമിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഇതാണ്. അപ്പോൾ ഞാനത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കാർട്ടൂൺ പിക്ചറായി എഡിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഒരു മലയാളം ഫോണ്ടിൽ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിൻ്റ് കംപ്ലയിൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് റോൾ ചെയ്തിട്ടാണ് തരാറുള്ളത്. അപ്പോൾ ഞാൻ അതിങ്ങനെ ബാക്കിലോട്ടാക്കിയിട്ട് റോൾ ചെയ്യുക ചെയ്യാറ്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നല്ലോണം കൊതുക് കാണാം. കാരണം ഞാൻ നൈറ്റ് വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം കൊതുകിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് ഫോട്ടോ അതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രെയിം ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. വലിയ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓപ്പൺ ആക്കാനുണ്ടായിരുന്നു. സാധാരണ ഓരോ ഭാഗത്തൊരു 3 എണ്ണക്കെല്ലാം ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം ഉണ്ടാവും ഈ ഒരു ഫ്രെയിമിന്. സാധാരണ ഞാൻ എല്ലാ ഫ്രെയിമും അതിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അത് ഹാൻഡ് വാഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം പെട്ടെന്ന് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ തന്നെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ആ വിചാരമൊക്കെ ഈ ഒരു ഫ്രെയിം ഓപ്പൺ ആക്കിയ ടൈമിൽ തകർന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് അർജൻറ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ അധികം പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഗ്ലാസ്സിൽ നല്ലോണം പൊടിയും ചളിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഈ ഒരു ഗ്ലാസ് എടുത്തിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അഴുക്ക് മൊത്തം ക്ലീൻ ആവില്ല. പിന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗ്ലാസ് എടുക്കുന്ന ടൈമിൽ നല്ലോണം ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ല കറക്റ്റ് ഫിറ്റായിരുന്നു. അപ്പോൾ ഞാൻ നല്ലോണം സൂക്ഷിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഒരു A5 ഫ്രെയിം എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ എടുക്കുന്ന ടൈമിൽ പൊട്ടിയിട്ടുണ്ട് എൻ്റെ ഗ്ലാസ്. അതും ഇതുപോലെ സെയിം നല്ല ടൈറ്റ് ആയിരുന്നു. അതും ഒരു അർജൻറ്റ് ഓർഡർ ആയിരുന്നു. അപ്പോൾ ഞാൻ എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ വേറെ A5 ഉള്ളതുകൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് അർജൻറ്റ് ഓർഡറൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോയിട്ട് വാങ്ങിക്കാനുള്ളൊരു ടൈമൊന്നും ഉണ്ടാവില്ല. ആ ഒരു പൊട്ടിയ ഫ്രെയിമിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഷോർട്സൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്ലാസ് പുറത്ത് പോയിട്ട് ഞാൻ ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രെയിം, ഹാമ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ DM ചെയ്താൽ മതി. പിന്നെ ഞാൻ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഓഫർ ലിസ്റ്റൊക്കെ ഇടണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഞാനത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് നൈറ്റ് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് വീഡിയോസ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ബ്രെഡും പിന്നെ ഒരു ഓംലേറ്റും ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ജസ്റ്റ് പാനിലിട്ടിട്ട് ഒന്ന് മറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓംലേറ്റും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ചായ സ്കിപ്പ് ചെയ്യാണ്. അതിന് പകരമായിട്ട് വെള്ളം കുടിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മതി. ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷായി വന്നിട്ട് പിന്നെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ തേങ്ങാച്ചോറും ബീഫ് കറി ആയിരുന്നു. അതെനിക്ക് തേങ്ങാച്ചോറ് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ ഫേവറേറ്റാണ് തേങ്ങാച്ചോറും ബീഫും. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ കാര്യമായിട്ട് ഉച്ചക്ക് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ആണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈവനിങ് ഞാൻ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ TNTക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസൊക്കെ അടിപൊളിയായിരുന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഓൾറെഡി പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവർ.
പിന്നെ അന്ന് ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു സർപ്രൈസ് ആയിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും കൂടിയിട്ടാണ് ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കുകയാണ്. ഫുഡിനുണ്ടായിരുന്നത് മോമോസ് ഉണ്ടായിരുന്നു, അതേപോലെ ചിക്കൻ ഷവായും റൈസും പിന്നെ കുബൂസൊക്കെ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് ഫുഡ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് രക്ഷയുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ച് അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെ അത് അൺബോക്സ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം, ഈ ഒരു ഓർഗനൈസറാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ, ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടൊക്കെ അറിയിക്കുക.